അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യനിൽ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ ഫോളോയിങ് ഈസ് ദ ഔട്ട്പുട്ട് ഡിവൈസസ്. പ്രിൻ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യനിൽ 2 KB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2048 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. URLൻ്റെ ഫുൾ ഫോം ഓപ്ഷൻ എ ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യനിൽ ആപ്പിൾ ഡെവലപ്പ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം MacOS ആണ്. ഓപ്ഷൻ സി ആണ്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി മോഡാണ് കറക്റ്റ് ആൻസർ. 17ൽ DPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ എവരി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് IP അഡ്രസ്സാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഓൾ ഓഫ് ദി എബോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 21ാമത്തത് അതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 22ാമത്തേൽ ഇതെല്ലാം സെർച്ച് എഞ്ചിന് എക്സാമ്പിളുകളാണ്. അപ്പോൾ അത് ഓൾ ഓഫ് ദി എബോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ടച്ച് സ്ക്രീനിൽ പെരിഫറൽ ഡിവൈസസ് എന്ന് വെച്ചാൽ ബോത്ത് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ടാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് നോർട്ടൺ എന്ന് പറയുന്നത് ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. ഇനി അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ ചാൾസ്. ഓപ്ഷൻ സി ആണ് ചാൾസ്. ഇനി അടുത്തത് 26ാമത്തേൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 28ാമത്തെ ക്വസ്റ്റ്യനിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ലാൻഡ്സ്കേപ്പ് ആണ്. ഇനി അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെയിം ഓഫ് ദി വേർഡ് ഇൻ ദ പ്ലേസ് ഡിസ്പ്ലേസ് ഇൻ ടൂൾസ് ബാർ ആണ് 31ാമത്തെ ക്വസ്റ്റ്യൻ. അതിന് 32ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി പേസ്റ്റ് ചെയ്യണത് Ctrl+V ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ മെയിൽ മർജാണ്. നമുക്ക് ഡിഫറെൻറ്റ് പേഴ്സൺസിന് നമുക്ക് മെയിൽ അയക്കാൻ പറ്റുന്നത് മെയിൽ മർജാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഇനി 35ാമത്തേൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി MSSL ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുന്നത് മാക്രോയ്ക്ക് നമ്മൾ MSSL ഓപ്ഷൻ ഡി വിഷ്വൽ ബേസിസിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രസ് ദ ഓൾട്ട് കീ ആണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഈക്വൽ ടു പവർ, പിന്നെ ബ്രാക്കറ്റിലെ നമ്പറും പവറാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 40ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതെല്ലാം നമ്മൾ ചാർട്ട് എക്സൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യനിൽ നെയിം ബോക്സിലാണ് നമ്മുടെ കറണ്ട് സെല്ലിൻ്റെ അഡ്രസ്സുകൾ കാണിക്കുന്നത്. ഈ 43ാമത്തേൽ നമ്മൾ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുന്ന എപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പവർ പോയിൻറ്റിൽ നമ്മൾ പ്രസൻറ്റേഷൻ പ്രോഗ്രാമിനാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ലൈഡുകളാണ് നമ്മളിതിൽ പേജായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് 46ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രസൻറ്റേഷൻ ഉപയോഗിക്കുന്നത് F5 കീ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 47ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എസ്കേപ്പ് കീ വെച്ചിട്ടാണ് നമ്മളതിൽ നിന്ന് ഈ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്യണത്. അടുത്തത് 48ാമത്തെ ക്വസ്റ്റ്യനിൽ F1 ആണ് നമ്മുടെ ഹെൽപ്പിന് വേണ്ടി പവർ പോയിൻറ്റിൽ ഹെൽപ്പ് ബട്ടൺ ആയിട്ട് ഉപയോഗിക്കുന്നത് F1 ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. ഈ 49ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 50ാമത്തെ ക്വസ്റ്റ്യനിൽ
ഇതെല്ലാം നമ്മൾ ഓപ്ഷൻ എയും ബിയും സിയും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനിൽ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഇനി മലയാളം ടൈപ്പ് റൈറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, MS പണ്ടാല. ഇനി അടുത്തത് 52ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, എല്ലാതും ഉണ്ട്. ഇനി 53ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓൺലി ഒന്ന് മാത്രമാണ് ഇതിൽ ഉള്ളതുള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. മറ്റേതെല്ലാം നമ്മളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഫോൾസ് ആയിട്ടുള്ളത്, അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 54ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൺലി 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. അടുത്തത് 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3, 4 ആൻസർ ശരിയാണ്, ബാക്കിയുള്ളതാണ് ഒരെണ്ണമാണ് തെറ്റുള്ളത്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 57ാമത്തെ ക്വസ്റ്റ്യനിൽ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻ്റ് ആണ്, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. ഇനി 58ാമത്തേൽ EFT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്, ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ ആയിട്ട് വരും. 59ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ 60ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. 61ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇൻസൾട്ടിങ് റിമാർക്കാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 62ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 63ാമത്തേൽ സ്റ്റീരിയോടൈപ്പാണ് ക്ലീച്ചറെ സിനോണിമസ് ആയിട്ട് വരുന്നത്. ഇനി 64ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഡി ആണ് ഫോർ അഫെക്ഷൻ എൽസ്വേർഡ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തതിൽ നമ്മൾ ഈ സെൻറ്റൻസ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ, അത് ലൈക്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ സിമിലിയാണ് ഉപയോഗിക്കുന്നത്, ഓപ്ഷൻ ബി സിമിലിയാണ് റൈറ്റ് ആൻസർ. 66ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 67ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 67ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഫിഗർ ഔട്ട്. 68ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി RITS, അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യനിൽ ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി, അതാണ് പാസീവ് വോയിസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ഹി ചൂസ് എ ബുക്ക്, ചൂസ് അല്ല CHOSE ഉള്ളൂ, അപ്പോൾ സിങ് ഹി ഡോൺ ഹിം അല്ല, ആൻസർ ആയിട്ട് ഡിഡ് ആണ് വരേണ്ടത്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആയ കാരണം ക്വസ്റ്റ്യൻ മാർക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടാണ് വരേണ്ടത്, അതുകൊണ്ട് ഡിഡിൻ ഹി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പിന്നെ വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദി വേ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ING ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയി വരിക, മൂവി ആണ് കറക്റ്റ് ആൻസർ. ഇനി 52ാമത്തെ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ എ വാസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഇംഗ്ലീഷിലെ അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ ബീൻ സോ എ ഡാഷ് ഓഫ് കീ ലൈസ് ഓൺ ദി ഫ്ലോർ, ബഞ്ചാണ് കറക്റ്റ് ആൻസർ, എ ബഞ്ച് ഓഫ് കീ അങ്ങനെയാണ് നമ്മൾ പറയുക, ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ അതർവൈസ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി 76ാമത്തെ ക്വസ്റ്റ്യനിൽ ഷീ ആസ്ക്ഡ് മീ ഡാഷ്, അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇഫ് ഐ നീഡഡ് ലഞ്ച്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 77, നമ്മൾ വീട്ടിൽ വന്നപ്പോൾ കള്ളൻ സ്പോട്ടിൽ നിന്ന് ലെഫ്റ്റായി എന്നാണ് പറയുന്നത്, അപ്പോൾ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ പാസ്റ്റാണ് ഇങ്ങനെ ഹാഡ് ഉപയോഗിക്കണം നമ്മൾ, അങ്ങനെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഹാഡ് ലെഫ്റ്റ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യനിൽ
നമ്മൾ MBA ഗ്രാജുവേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 79ാമത്തേൽ FU ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിനെ കറക്റ്റ് ഓർഡറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മലയാളമാണ്. 81ാമത്തെ ക്വസ്റ്റ്യനിൽ 1+ കലശം ഇത് ഏത് സന്ധിയാണെന്നാണ് ചോദിച്ചുള്ളത്. ആദേശസന്ധിയാണ്. ഇനി അത് അടുത്ത ക്വസ്റ്റ്യൻ 82ാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക എന്നതാണ്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി 83ാമത്തെ ക്വസ്റ്റ്യനിൽ ജന്മം മുതൽ ഒറ്റപദമാക്കുക. അതിൽ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ജന്മമാണ്. 84ാമത്തെ ക്വസ്റ്റ്യനിൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നു. അതിൽ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 85ാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ 86ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ C പ്രധാന പങ്കാളിയാണ് കറക്റ്റ് ആൻസർ. ശൈലിയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. പ്രധാന പങ്കാളി. ഇനി അടുത്തത് 87ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ D ആണ് ശരിയായ പ്രയോഗം. ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ B ആണ് കറക്റ്റ്. ഇനി അടുത്തത് 88ാമത്തെ ഇതിൽ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 89ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ C വിവശ ആണ് കറക്റ്റ് ആൻസർ. ഇനി 90ാമത്തേൽ കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ചോദിച്ചുള്ളത്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിൽ ഓപ്ഷൻ 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. മുളയാണ് അതിൻ്റെ പര്യായ പദം. ഇനി അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. പ്രയോഗക്ഷമം. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ ശബ്ദം എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചുള്ളത്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ശരിയായ പദം ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ A ആണ്. ഇതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഞാനിതിൽ ഒത്തിരി നേരം കൺഫ്യൂഷൻ അടിച്ചിരുന്നത്. എന്നാൽ അവസാനം നമുക്ക് ശരിയായ ഉത്തരം തന്നെ എതിരിടാം. ഓപ്ഷൻ A തന്നെയാണ് ഞാൻ എഴുതിയത്. കറക്റ്റായിരുന്നു. ഇനി അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള വാക്യം. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള വാക്യമല്ല. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 97ാമത്തേൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ B ആണ് മിടുക്കാണ് ശരിയായ ഉത്തരം. ഇനി 98ാമത്തെ ക്വസ്റ്റ്യനിൽ പരമോന്നതം പിരിച്ചെഴുതുക. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. പരമ പ്ലസ് ഉന്നതമാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദുഃഖമാകുന്ന മുത്താണ്. ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക എന്നാണ്. അതിൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചെം പ്ലസ് താരി ഇതിൻ്റെ സന്ധി ഏതെന്നാണ് ചോദിച്ചത്. ആദേശസന്ധിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉള്ളത്. അപ്പോൾ ഞാനത് എഴുതിയപ്പോൾ എനിക്ക് അത്യാവശ്യം എളുപ്പമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇതിൻ്റെ ആൻസർ വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.